എമ്പുരാന് പിന്നാലെ വലിയ വിമർശനങ്ങളൊന്നും BJP ഭാഗത്ത് നിന്നും അവരുടെ ഈ സിനിമയെക്കുറിച്ചോ അണിയറ പ്രവർത്തകരെ കുറിച്ചോ ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഒരു യുവമോർച്ച നേതാവിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാത്രമായിരുന്നു അതെ ഉണ്ടായിരുന്നത്. ഇപ്പോ BJP നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങുകയാണ്. അത് മല്ലിക സുകുമാരനോടാണ് പറയുന്നത്. മരുമോളെ മര്യാദയ്ക്ക് നടത്തണമെന്നാണ് പറയുന്നത്. അതെ, നമ്മുടെ BJPയുടെ B. ഗോപാലകൃഷ്ണൻ തൃശ്ശൂരുള്ള ഒരു പ്രമുഖ നേതാവാണ്, സംസ്ഥാന നേതാവാണ്. B. ഗോപാലകൃഷ്ണനാണ് എറണാകുളത്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒരു പ്രതിഷേധത്തിനിടയ്ക്ക് ഈ കാര്യം പറഞ്ഞത്, ഇങ്ങനൊരു പരാമർശം നടത്തിയത്. ഈ സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്നും മരുമകളെ നിലയ്ക്ക് നിർത്താൻ മല്ലിക സുകുമാരൻ തയ്യാറാകണം എന്നുമാണ് ഗോപാലകൃഷ്ണൻ പ്രസംഗത്തിൽ ആവശ്യപ്പെട്ടത്. അതിൻ്റെ വരുംവരായികൾ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. എന്തായാലും ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റോട് കൂടി തന്നെ കളം നിറഞ്ഞു നിൽക്കുന്നത് ഇത് സുകുമാരനാണ്, മല്ലിക സുകുമാരനാണ്. അവർ കാരണം തുടക്കങ്ങൾ പലതവണ വാര്യംകുന്നനുമായെല്ലാം ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്ന ഒരു സ്ത്രീ ഇപ്പോൾ വന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ മകനെ നല്ല രീതിയിലാണ് വളർത്തിയത്, അവൻ അങ്ങനെ ചതിക്കില്ല എന്ന രീതിയിലുള്ള. അവസാന ഘട്ടത്തിൽ അമ്മയെ ഇറക്കി മകൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. പക്ഷേ മല്ലിക സുകുമാരൻ തീർച്ചയായിട്ടും അമ്മ മകനെ ന്യായീകരിക്കുകയും അമ്മ മകൻ്റെ ഭാഗം ചേർന്ന് സംസാരിക്കുകയും അല്ലേ ചെയ്യുള്ളൂ. അതവിടെ നിൽക്കട്ടെ. അതിന് മുമ്പൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മലയാള സിനിമയിൽ നിന്ന് ആരെങ്കിലും പൃഥ്വിരാജിനെ അനുകൂലിച്ച് രംഗത്ത് വന്ന് വേറെ സംസാരിച്ചതായിട്ട് നമുക്കറിയുമോ? ഏതെങ്കിലും ഒരു വലിയ നടൻ അല്ലെങ്കിൽ നടി അല്ലെങ്കിൽ സംവിധായകൻ? മല്ലിക സുകുമാരൻ പറയുന്നത് മമ്മൂട്ടി എത്തിയിട്ടുണ്ടെന്നാണ്, ഒരു മെസ്സേജ് എനിക്ക് അയച്ചിട്ടുണ്ട്. അത് അവർക്ക് അയച്ചതല്ലേ, പൊതുസമൂഹത്തിനോടൊന്നും പറഞ്ഞില്ലല്ലോ. പൊതുസമൂഹത്തിനോട് പറയാമായിരുന്നല്ലോ. അത് നിങ്ങൾ ഇങ്ങനെ ഇത്രയും പ്രതിഷേധം ഉയർത്തുന്നത് ശരിയല്ല, സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ ഇവരൊക്കെ മിടുക്കരാണ്. ഇവരാരും വന്നില്ലല്ലോ. എന്തേ വരാത്തത്? മോഹൻലാൽ പോലും എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളത് തിരുത്തും, ഖേദം പ്രകടിപ്പിച്ചു, തിരുത്തും. മേജർ രവി എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു വലിയ ഉഗ്രൻ സിനിമയാണ്, മോഹൻലാലിനെ കെട്ടിപ്പിടിച്ചു, ഉമ്മ വെച്ചു. അവസാനം ജനവികാരം എതിരാണെന്ന് മനസ്സിലായപ്പോൾ മേജർ രവി പ്ലേറ്റ് മാറ്റി. മേജർ രവി അത് മോഹൻലാൽ തിരക്കഥ വായിച്ചില്ല, മോഹൻലാൽ അത് കഥ മുഴുവനും കേട്ടില്ല എന്നൊക്കെയായി. മോഹൻലാലിനെ രക്ഷിക്കാനായി ശ്രമം. പൃഥ്വിരാജിനെയും തിരക്കഥാകൃത്ത് മുരളി ഗോപിയെയും ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു അടവായിരുന്നു അത്. അതെല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലായി. മേജർ രവിക്കും കണക്കിന് കിട്ടി സോഷ്യൽ മീഡിയയിൽ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഈ തുടക്കത്തിൽ ഇപ്പോൾ നമുക്കറിയാം BJP നേതാക്കളാരും ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയില്ല. സിനിമയല്ലേ, വരട്ടെ, കാണട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ എന്താ പറഞ്ഞത്? ഞാൻ ലൂസിഫർ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. തുടക്കം അദ്ദേഹം പറഞ്ഞ ആശംസ നൽകുകയും അദ്ദേഹം തന്നെ കാണുമെന്ന് പറഞ്ഞു, സിനിമ കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് ഈ കണ്ട ആൾക്കാരുടെ അഭിപ്രായം പുറത്തു വന്നതോടുകൂടി അദ്ദേഹം പറഞ്ഞു, ഞാൻ ലൂസിഫർ എന്ന സിനിമ വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ വെളിച്ചത്തിലാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എമ്പുരാൻ സിനിമയും കരുതിയത്, അതും പോയി കാണണമെന്ന് ആഗ്രഹിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ അതങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഈ പറയുന്നത് പോലെ രാഷ്ട്രവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ അതിനകത്തുണ്ട്, എനിക്ക് യോജിക്കാൻ പറ്റാത്ത നിരവധി വിഷയങ്ങൾ അതിലുണ്ട്, അതുകൊണ്ട് ഞാൻ ആ സിനിമ കാണുന്നില്ല എന്ന് ഇപ്പോൾ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു. പക്ഷേ ആരും പൃഥ്വിരാജിനെയോ മോഹൻലാലിനെയോ പ്രത്യക്ഷത്തിൽ ആക്രമിച്ചുകൊണ്ട് BJPക്കാരും അങ്ങനെ രംഗത്ത് വന്നില്ല. ഇതാദ്യമായിട്ടാണ്, നേരിട്ടല്ലെങ്കിലും പൃഥ്വിരാജിൻ്റെ ഒരു കുടുംബാംഗത്തെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ. അല്ല, മല്ലിക സുകുമാരൻ്റെ ഭാഗത്തു നിന്നും ഈ ഓർഗനൈസറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി BJPയും RSSനെയും അങ്ങനെ ഈ പൃഥ്വിരാജിനെതിരെ നേരിട്ട് യുദ്ധപ്രഖ്യാപനത്തിലേക്ക് നടത്തേണ്ട ഒരു രീതിയിലേക്ക് പോകുമോ? RSS അങ്ങനെയൊന്നും ചെയ്യില്ല. അവർക്കത് നമ്മൾ മനസ്സിലാക്കേണ്ടത് RSSൻ്റെ ജോലി അതല്ല. അവർ വിമർശിക്കാനുള്ളത് വിമർശിച്ചു, അത് അവരുടെ ജോലി അവർ ചെയ്തങ്ങ് പോകും. ഇതിപ്പോൾ ഓർഗനൈസറിൽ വന്ന ലേഖനം ഒരു വ്യക്തി എഴുതിയതാണ്. അത് ഓർഗനൈസറിൽ അവർ അവസരം കൊടുത്തു, ആൾ എഴുതി. ആ സിനിമയെക്കുറിച്ച് വളരെ കൃത്യമായൊരു അവലോകനം നടത്തി എഴുതി. വിഷ്ണു അരവിന്ദ് എന്ന് പറയുന്ന ആളാണ്, JNUവിൽ പഠിക്കുന്ന ആളാണ്, പിന്നെ ഗവേഷണം നടത്തുന്ന ആളാണ്. അപ്പോൾ അത് ആളിൻ്റെ അഭിപ്രായം ആ സിനിമയെക്കുറിച്ച് എഴുതിയതാണ്. അത് ഓർഗനൈസറുടെ ഔദ്യോഗിക അഭിപ്രായമാണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവരതിന് അവസരം കൊടുത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്കും ആ അഭിപ്രായത്തോട് യോജിപ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മല്ലിക സുകുമാരൻ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ചുറ്റോട് ചുറ്റുമുള്ള പൃഥ്വിരാജിൻ്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാർ പോലും
ഒരു പ്രതികരണം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അത് എല്ലാവരും അങ്ങ് ഭയന്നിട്ടാണ്, RSSനെ പേടിച്ചിട്ടാണ്, BJPയെ പേടിച്ചിട്ടാണ്, മോദിയെ പേടിച്ചിട്ടാണെന്നൊന്നും പറയരുത്. മോദിയെ പേടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ ഇറക്കുമോ? ഇങ്ങനൊരു സിനിമ ഇറക്കാനുള്ള ധൈര്യം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തുകൊണ്ട് പ്രതികരണം കൊടുക്കുന്നില്ല? എല്ലാവർക്കും അതിനകത്തുള്ള നിയമപ്രശ്നം അറിയാം. അതിനകത്തൊരു അപകടമുണ്ട്, ഇതിനകത്തൊരു രാജ്യവിരുദ്ധതയുണ്ട്, തൊട്ടാൽ പൊള്ളും എന്ന് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന ആരെങ്കിലും കൊണ്ട് ഇതിന് അനുകൂലമായ ഒരു പ്രതികരണം ഇറക്കിക്കട്ടെ അവർ. അതിന് സാധിക്കുമോ മല്ലിക സുകുമാരന്? അതിന് സാധിക്കുമോ പൃഥ്വിരാജിന്? ഈ മേജർ രവി തന്നെ പ്ലേറ്റ് പെട്ടെന്ന് മാറ്റിയല്ലോ. എന്തുകൊണ്ടാണ് മാറ്റിയത്? മോഹൻലാലിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണോ മാറ്റിയത്? അതല്ല, അതിനകത്ത് അപകടമുണ്ടെന്ന് മനസ്സിലായി, വിവരമുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തു, ഇതിൽ പ്രശ്നമുണ്ട്, നാളെ ഒരു നിയമപ്രശ്നം വന്നാൽ നിങ്ങളെല്ലാം തൂങ്ങും. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ പ്ലേറ്റ് മാറ്റിയത്? അപ്പോൾ ഈ പറയുന്നത് പോലെ മല്ലിക സുകുമാരൻ ഇനി എത്ര തന്നെ ന്യായീകരിച്ചു മെഴുകിയല്ലേ, ഇതിന് പിന്നിൽ BJP നേതാവ് പരാമർശിക്കുന്നത് പോലെ തന്നെ സുപ്രിയയ്ക്ക് പങ്കുണ്ടോ? അതിപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും അവർ ഭാര്യയും ഭർത്താവും ചേർന്ന് ഒരുമിച്ചാണ് ഈ നിർമ്മാണ കമ്പനിയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. സ്ക്രിപ്റ്റ് മുരളി ഗോപിയുടേതാണെങ്കിലും സംവിധാനം ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് പൃഥ്വിരാജ് അല്ലേ? ഇങ്ങനൊരു സിനിമ എടുക്കണോ വേണ്ടയോ എന്ന് മാത്രമല്ല, ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പൃഥ്വിരാജ് പറഞ്ഞു, ഞാൻ 6 മാസം തലപോച്ചിരുന്ന് ഈ സ്ക്രിപ്റ്റ് തിരുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉത്തരവാദി ആരാണ്? മുരളി ഗോപിയാണോ പൃഥ്വിരാജാണോ? അപ്പോൾ പൃഥ്വിരാജിനും ഭാര്യയ്ക്കും ഒന്നും അത്ര പെട്ടെന്നൊന്നും ഇതിൻ്റെ ഈ പറയുന്ന ഒരിതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ നേരിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിയാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന് പല നിർമ്മാതാക്കൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ വിതരണം ആദ്യം ലൈക്ക എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു, അവർ പിന്മാറി. എന്നിട്ടാണ് ഇത് ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുന്നത്. അവർ പിന്മാറിയതാണോ അതോ കരാറ് മറിച്ചു കൊടുത്തതാണോ എന്നും വ്യക്തമല്ല. അതൊക്കെ ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇതിനെ സംബന്ധിച്ച് ഒരുപാട് ഇത്തരത്തിലുള്ള അസ്വാഭാവികതകളുണ്ട്. അപ്പം ഗോപാലകൃഷ്ണൻ്റേത് നമുക്കൊരു രാഷ്ട്രീയ ആരോപണമായിട്ട് മാത്രം എടുത്താൽ പോലും ഈ സുപ്രിയ മേനോനെക്കുറിച്ചും പൃഥ്വിരാജിൻ്റെ മുൻ നിലപാടുകളെക്കുറിച്ചും ആൾക്കാർ സംശയത്തോടെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, വാര്യംകുന്നനെ അനുകൂലിച്ച്, വാര്യംകുന്നൻ ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പൃഥ്വിരാജ് അവസാനം വളരെ ശക്തമായ പ്രതിഷേധം ഉയർന്നപ്പോൾ അതിൻ്റെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് അന്വേഷണം പോലും നടത്തി. അദ്ദേഹം അന്ന് ആ പ്രതിഷേധം ഉണ്ടായപ്പോൾ അതിൽ നിന്നും പാഠം പഠിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. അത് നമുക്ക് പറയാമെന്നേ ഉള്ളൂ. പാഠം പഠിക്കേണ്ടത് അയാളല്ലേ, അയാൾ പഠിച്ചില്ലല്ലോ. ഇത് പഠിക്കില്ല. അത് ഒരു ചൊല്ലുണ്ടല്ലോ, പട്ടീരെ വാല് എത്രയോ വർഷം കുഴലിലിട്ടാലും അത് നിവരില്ല എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറയുന്നത് പോലെ അല്ല, ഇപ്പോൾ കരഞ്ഞു വിളിച്ചിട്ട് അമ്മയാണല്ലോ പുറത്തിറക്കി വിട്ടിരിക്കുന്നത്. അതെ, കാരണം അദ്ദേഹത്തിന് പറയാമല്ലോ അല്ലേ അമ്മയോട് ഇത്രയൊക്കെ ചെയ്ത. ഇപ്പോൾ നമുക്കറിയാം, ബിനീഷ് കോടിയേരി എന്താ ആദ്യം പറഞ്ഞത്? വലിയ വാഴ്ത്തുപാട്ടായിരുന്നു. എന്തൊരു ധൈര്യം! ആ ധൈര്യം, സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കണം. എന്താണ്, ഞാൻ എൻ്റെ നിലപാടാണിത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം എന്താ പൃഥ്വിരാജിന് ഇല്ലാത്തത്? മല്ലിക സുകുമാരനുള്ള ധൈര്യം പോലും പൃഥ്വിരാജ് കാണിക്കുന്നില്ല. അല്ല, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉള്ളവർക്ക് മാത്രമേ എല്ലാറ്റിനെയും ഭയമുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എന്നെ സംബന്ധിച്ച് ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരാളാണെന്ന് ഉത്തമ ബോധ്യമുള്ളെങ്കിൽ ഞാൻ ആരെങ്കിലും പേടിക്കും? ഒരിക്കലുമില്ല. ഒരു മനുഷ്യനും ആരെയും ഭയപ്പെടില്ല. ശ്രീജിത്താണെങ്കിലും ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും ഒരു തെറ്റും ചെയ്യാത്ത ഒരാൾ എന്തിനും ഭയപ്പെടണം? അയാൾ ആരെ ഭയപ്പെടണം? ഇവിടെ ചെയ്തത് ശരിയാണെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ പൃഥ്വിരാജ് ചെയ്യേണ്ടത് എന്താണ്? ഉറച്ച നിലപാടോടുകൂടി നിൽക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ അങ്ങനെ അല്ല, മറ്റെന്തൊക്കെയോ അതിനകത്ത് കുഴപ്പങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ അവരെല്ലാം അർബൻ നക്സലുകളാണോ അല്ലെങ്കിൽ തീവ്രവാദികളാണോ എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല, നമുക്കതിൻ്റെ ആവശ്യവുമില്ല. പക്ഷേ ഈ വരുന്ന വാർത്തകൾ ഈ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ അവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ നിലപാട് പറയാൻ തയ്യാറാകണം. ഞാൻ പറയുന്നത്, ബി ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു, നിയമ നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറാകട്ടെ. എന്തുകൊണ്ട് പൃഥ്വിരാജും ഭാര്യയും അല്ലെങ്കിൽ ഈ മല്ലിക സുകുമാരനും ഒന്നും അതിലേക്ക് പോകുന്നില്ല? സത്യമല്ലേ, അങ്ങനെ ചെയ്യണ്ടേ? ഈ പറഞ്ഞത് തെറ്റാണ്, ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല എങ്കിൽ ഗോപാലകൃഷ്ണനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. അതാണ് വേണ്ടത്. അതിന് പകരം മൗനം പാലിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. മല്ലിക സുകുമാരനെ കൊണ്ട് ചാനൽ ചർച്ചയിൽ സംസാരിപ്പിച്ചിട്ടൊന്നും ഈ വിഷയം തീരാൻ പോകുന്നില്ല. ഈ വിഷയത്തിനകത്ത് കുഴപ്പങ്ങളുണ്ട്. ആ കുഴപ്പങ്ങൾ ബോധപൂർവം വന്നത് തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല.
അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണം. അത് ആരെങ്കിലുമൊക്കെ പരാതിയുമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണവും മറ്റും നടക്കും. അപ്പോൾ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞതും അന്വേഷണ വിധേയമാകുമെന്ന് നമുക്ക് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.